ബേസിക്കലി നമ്മളെല്ലാവരും സോഷ്യലായി ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒരാളുടെ അടുത്ത് ചെന്ന് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസം കിട്ടുന്നത്. ചിലപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്നില്ല, പക്ഷെ ഇനി കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഫാക്ട് നമുക്ക് ഒരുപാട് സമാധാനം തരുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടർ ആയിരിക്കുന്ന ഒരാളാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊന്നും തന്നെ തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാകും. പക്ഷെ ഒരു പ്രോപ്പർ സ്പേസ് ഇല്ലാത്തതാണ് പലപ്പോഴും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് വരുന്നത്. അതായത് ഞാൻ ആ കാര്യം പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് ആളെ എങ്ങനെ എടുക്കും, ഇനി ഇത് മോശമായി പോകുമോ, ഇത്തരത്തിലുള്ള പല ഡൗട്ട്സും ഉണ്ടാകും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ടൈമിൽ ആളെ നെവർ മൈൻഡ് ആക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഈ ഒരു പ്രശ്നം ഷെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. ആക്ച്വലി നമുക്ക് അവിടെ വേണ്ടത് കുഴപ്പമില്ല, റെഡി ആയിക്കോളും, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. ഇതൊന്നും അല്ലാണ്ട് നമ്മളെ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു കാര്യം ഷെയർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പേടി ഉണ്ടാകും. നമ്മുടെ പാർട്ട്ണർ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് തരികയാണെങ്കിൽ നമുക്ക് എന്തും ധൈര്യമായി തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാകും. അത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഈ തുറന്ന് സംസാരിക്കാനുള്ള ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നത്.